മനുഷ്യാവകാശങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരു വാക്കായി തോന്നാം അല്ലേ? പക്ഷേ എന്താണ് ഈ അവകാശങ്ങൾ എന്ന് ശരിക്കും ചോദിച്ചാൽ ഉത്തരം അത്ര എളുപ്പമല്ല. കാരണം നിങ്ങൾ ആരാണ്, എവിടെയാണ് നിൽക്കുന്നത് എന്നതിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്: മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള 3 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളിലൂടെ ഒരു യാത്ര. അപ്പോ എന്താണ് മനുഷ്യാവകാശങ്ങൾ? പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്ന്. ശരിയാണ്. പക്ഷേ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയാലോ? അപ്പൊ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാകും. ഏതിനാണ് കൂടുതൽ പ്രാധാന്യം? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണോ, അതോ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സുരക്ഷയ്ക്കാണോ? സർക്കാർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുന്നതാണോ നല്ലത്, അതോ നമുക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു തരുന്നതാണോ? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഓരോ തിയറിയുടെയും അടിസ്ഥാനം. ഈ സങ്കീർണമായ വിഷയത്തെ ഒന്ന് സിമ്പിളാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 3 വ്യത്യസ്ത കണ്ണടകൾ വെച്ച് ഇതിനെ നോക്കാം. ഒന്ന് ലിബറൽ കണ്ണട, പിന്നെ മാർക്സിസ്റ്റ്, അത് കഴിഞ്ഞ് ഫെമിനിസ്റ്റ്. ഓരോ കണ്ണടയും നമുക്ക് മനുഷ്യാവകാശങ്ങളുടെ ഓരോ പുതിയ മുഖം കാണിച്ചു തരും. റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ കണ്ണട വെച്ച് തുടങ്ങാം. ഓക്കേ, അപ്പം നമ്മുടെ ആദ്യത്തെ ലെൻസ് ലിബറൽ കാഴ്ചപ്പാട്. ഇത് നമുക്കെല്ലാവർക്കും ഒരുപക്ഷേ ഏറ്റവും കേട്ടു പരിചയമുള്ള ഒന്നായിരിക്കും. നമ്മൾ കാണുന്ന മിക്ക പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ആശയമാണ്. ജോൺ ലോക്കിനെ പോലുള്ള വലിയ ചിന്തകരൊക്കെയാണ് ഇതിന് രൂപം കൊടുത്തത്. എന്തുകൊണ്ടാണിത് ഇത്ര പോപ്പുലറായതെന്ന് നമുക്കൊന്ന് നോക്കാം. ലിബറൽ കാഴ്ചപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വ്യക്തി എന്നതാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളൊരു സമൂഹത്തിന്റെയോ രാജ്യത്തിന്റെയോ ഭാഗം എന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു ഇൻഡിവിജ്വലാണ്. നിങ്ങളുടെ അവകാശങ്ങൾ അത് ഗവൺമെന്റ് തരുന്ന ഒരു സമ്മാനമൊന്നുമല്ല, നിങ്ങൾ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് മാത്രം സ്വാഭാവികമായി നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാണ്. ഈ ഒരു ഐഡിയയാണ് ഇതിന്റെ എല്ലാം കാതൽ. അപ്പോ ഇതിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്നാമതായി, സമൂഹത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് വ്യക്തിയാണ്. പിന്നെ ഈ അവകാശങ്ങൾ നാച്ചുറലാണ്, അതായത് ഭരണകൂടം ഉണ്ടാക്കുന്നതിന് മുകളിലാണ് അതിന്റെ സ്ഥാനം. അപ്പൊ പിന്നെ നിയമത്തിന്റെ പ്രധാന ജോലി എന്തായിരിക്കും? സിമ്പിൾ, വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ പവർ കുറയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ, സർക്കാരെ ഞങ്ങളുടെ കാര്യത്തിൽ വെറുതെ തലയിടാൻ വരരുത് എന്ന ലൈൻ. ഇവിടെയാണ് നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു ഷീൽഡ് പോലെ ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കിഷ്ടമുള്ളത് പറയാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും സ്വത്ത് സമ്പാദിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ടല്ലോ. അതിലൊന്നും സർക്കാർ ഇടപെടാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഷീൽഡ്. അപ്പൊ സർക്കാരിന്റെ പ്രധാന ജോലി എന്താ? ഇടപെടാതിരിക്കുക എന്നത് തന്നെ. അപ്പോ ഈ ലിബറൽ കാഴ്ചപ്പാട് മൊത്തത്തിലൊന്ന് ചുരുക്കിയാൽ എങ്ങനെയിരിക്കും? മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കുക, ഗവൺമെന്റിന്റെ പവർ മിനിമമാക്കുക. ഈ ഒരു സിമ്പിൾ ഇക്വേഷനാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും അടിസ്ഥാനം. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. അതാണ് ഇതിന്റെ പ്രധാന വിമർശനവും. പേപ്പറിൽ എല്ലാവർക്കും തുല്യ അവകാശമുണ്ടെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു കോടീശ്വരന് കിട്ടുന്ന നിയമസഹായം ഒരു സാധാരണക്കാരന് കിട്ടുവോ? എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ശരി. പക്ഷെ കയ്യിലൊരു TV ചാനലുള്ള ആളുടെ ശബ്ദവും നമ്മുടെ ശബ്ദവും ഒരുപോലെയാണോ കേൾക്കുന്നത്? ഒരിക്കലുമല്ല. ഈ സാമ്പത്തികമായ യാഥാർത്ഥ്യങ്ങളെ ഈ തിയറി അങ്ങ് മറന്നു കളയുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ലിബറൽ കാഴ്ചപ്പാട് എവിടെയാണോ നിർത്തിയത്, അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത ലെൻസ്, അതായത് മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് തുടങ്ങുന്നത്. ആ സാമ്പത്തിക അസമത്വം, അതാണ് ഇവിടത്തെ മെയിൻ വിഷയം. ഫോക്കസ് വ്യക്തിയിൽ നിന്ന് നേരെ സമൂഹത്തിന്റെ സാമ്പത്തിക ഘടനയിലേക്ക് മാറുകയാണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറന്റ് ലോകമാണ്. നമുക്ക് നോക്കാം. മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ മനുഷ്യാവകാശത്തെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ആദ്യം വർഗസമരത്തെപ്പറ്റി പറയണം. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പോരാട്ടം. അവരുടെ ചോദ്യം വളരെ സിമ്പിളാണ്. വയറ് വിശന്നിരിക്കുന്ന ഒരാളോട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതായത് സാമ്പത്തികമായ ഒരു സമത്വം ഇല്ലാതെ യഥാർത്ഥ അവകാശങ്ങൾ എന്നൊന്നില്ല എന്നാണ് ഈ തിയറി പറയുന്നത്. ഇവിടെ കാര്യങ്ങൾ തലകീടായി മറിയുന്നത് കണ്ടോ? വ്യക്തിയുടെ അവകാശമല്ല, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സാമൂഹിക അവകാശങ്ങൾക്കാണ് പ്രയോറിറ്റി. നേരത്തെ പറഞ്ഞ ലിബറൽ റൈറ്റ്സൊക്കെ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ, ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ പണക്കാരെ മാത്രം ഹെൽപ്പ് ചെയ്യാനേ ഉപകരിക്കൂ എന്നാണ് മാർക്സിസ്റ്റുകൾ പറയുന്നത്. അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ചൂഷണമില്ലാത്ത ഒരു വർഗരഹിത സമൂഹം ഉണ്ടാക്കുക എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഷീൽഡ് ഓർമ്മയുണ്ടോ? ഇവിടെ ഗവൺമെന്റിന്റെ റോൾ അതല്ല, നേരെ തിരിച്ചാണ്. ഇതിനെയാണ് പോസിറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എന്തിനുള്ള അവകാശം.
നല്ല വിദ്യാഭ്യാസം, ജോലി, ആരോഗ്യം ഇതൊക്കെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ആക്റ്റീവായിട്ട് കൊടുക്കണം. ഇവിടെ ഗവൺമെന്റിന്റെ ജോലി ഒന്നും ചെയ്യാതിരിക്കലല്ല, പകരം എല്ലാം ചെയ്തു കൊടുക്കലാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് ഐഡിയ അനുസരിച്ച് മനുഷ്യാവകാശം എന്നു പറഞ്ഞാൽ ഒറ്റവാക്കിൽ പറയാം: സാമ്പത്തിക സമത്വം, ചൂഷണമില്ലാത്തൊരു ലോകം. അവിടെ മാത്രമേ ശരിക്കുള്ള സ്വാതന്ത്ര്യമുണ്ടാവൂ. അതാണ് അവരുടെ കോർ ഐഡിയ. പക്ഷേ ഈ തിയറിക്കും ഒരു വലിയ അപകടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി എന്ന് പറഞ്ഞ് വ്യക്തിയുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കും? ഗവൺമെന്റ് ഒരുപാട് പവർഫുൾ ആവാനും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ മൊത്തത്തിൽ ഇല്ലാതാവാനുമുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഏകാധിപതികൾ ഈ ഐഡിയയെ തെറ്റായി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ലെൻസിലൂടെ നോക്കി: ലിബറൽ, മാർക്സിസ്റ്റ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഒന്ന് വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, മറ്റൊന്ന് വർഗത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ലോകത്തിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ കാര്യമോ, അവരുടെ അനുഭവങ്ങളോ? ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ മൂന്നാമത്തെ ഫെമിനിസ്റ്റ് ലെൻസ് തുടങ്ങുന്നത്. ഫെമിനിസ്റ്റ് തിയറി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം ഇതാണ്: നമ്മൾ ഈ പറയുന്ന മനുഷ്യാവകാശ നിയമങ്ങളൊക്കെ എഴുതിയതാരാ? കൂടുതലും പുരുഷന്മാരാണ്. സ്വാഭാവികമായും അത് അവരുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. അവർ പബ്ലിക് സ്ഥലത്തെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. പക്ഷേ വീടിനകത്ത് പ്രൈവറ്റായി നടക്കുന്ന ഗാർഹിക പീഡനം പോലെയുള്ള കാര്യങ്ങൾ, അതൊന്നും ഒരു മനുഷ്യാവകാശ ലംഘനമായി അവർ കണ്ടതേയില്ല. ഇതിനെയാണ് ഫെമിനിസം ആദ്യം തന്നെ ചോദ്യം ചെയ്യുന്നത്. ഫെമിനിസം കൊണ്ടുവന്ന മാറ്റങ്ങൾ ശരിക്കും വളരെ വലുതാണ്. ഒന്നാമത്തെ കാര്യം, ഈ പബ്ലിക് പ്രൈവറ്റ് എന്ന വേർതിരിവ് അവർ പൊളിച്ചുകളഞ്ഞു. വീടിനകത്ത് നടക്കുന്ന അതിക്രമവും ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ തന്നെയാണെന്ന് അവർ ഉറക്കെ പറഞ്ഞു. രണ്ടാമതായി, അവകാശങ്ങളുടെ ലിസ്റ്റ് തന്നെ വലുതാക്കി. സ്വന്തം ശരീരത്തിലുള്ള അധികാരം, പ്രത്യുൽപാദന സ്വാതന്ത്ര്യം ഇതൊക്കെ അവകാശങ്ങളുടെ ഭാഗമാക്കി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്റർസെക്ഷനാലിറ്റി എന്നൊരു ആശയം കൊണ്ടുവന്നു. അതായത് ഒരു ദളിത് സ്ത്രീ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്ത്രീ അനുഭവിക്കുന്ന അടിച്ചമർത്തൽ പല ലെയറുകളുള്ള ഒന്നാണ്. അത് വെറും സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ മനുഷ്യാവകാശങ്ങളാണ്. ഈയൊരു മുദ്രാവാക്യം അത് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംസാരം തന്നെ മാറ്റിമറിച്ചു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ മാത്രം വിഷയമല്ല, അത് മനുഷ്യ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അടിസ്ഥാനപരമായ അവകാശങ്ങളുടെ പ്രശ്നമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ വെറുതെ ലിംഗസമത്വം മാത്രമല്ല, അത് നിലവിലുള്ള പുരുഷാധിപത്യ സിസ്റ്റങ്ങളെ ചോദ്യം ചെയ്യലും ഓരോ സ്ത്രീക്കും അവരുടെ ശരീരത്തിൽ പൂർണ്ണമായ അധികാരം കൊടുക്കലുമാണ്. ഇതൊരു വലിയ മാറ്റമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും ഈ തിയറിക്കും വിമർശനങ്ങളുമുണ്ട്. ഒരു പ്രധാന വിമർശനം, ചിലപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ കാണാതെ പോകുന്നു എന്നതാണ്. അതുപോലെ ഫെമിനിസം എന്ന് പറയുന്നത് ഒറ്റ ഐഡിയ അല്ല, അതിനകത്ത് തന്നെ ഒരുപാട് വ്യത്യസ്തമായ ചിന്താധാരകളുണ്ട്. പലപ്പോഴും അവ തമ്മിൽ യോജിപ്പും ഉണ്ടാവാറില്ല. അതും ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റിയാണ്. അപ്പോ നമ്മൾ 3 വ്യത്യസ്ത ലെൻസുകളിലൂടെ മനുഷ്യാവകാശങ്ങളെ നോക്കി, അല്ലേ? ലിബറൽ, മാർക്സിസ്റ്റ്, ഫെമിനിസ്റ്റ്. ഇനി നമുക്ക് ഈ 3 കാഴ്ചകളൊന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കിയാലോ? അപ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ ചിത്രം എങ്ങനെയായിരിക്കും? നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ 3 തിയറികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. ഫോക്കസ് നോക്കിയാൽ ലിബറലിസം വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, മാർക്സിസം വർഗത്തിന്, ഫെമിനിസം ലിംഗത്തിന്. ഇനി അവർ പ്രാധാന്യം കൊടുക്കുന്ന അവകാശങ്ങൾ നോക്കൂ. ലിബറലിസം സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് പറയുമ്പോൾ മാർക്സിസം സോഷ്യൽ എക്കണോമിക് റൈറ്റ്സ് പറയുന്നു. ഫെമിനിസം സ്ത്രീകളുടെ ശാരീരികമായ അവകാശങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. ഇനി ഗവൺമെന്റിന്റെ റോൾ, അതും എത്ര വ്യത്യസ്തമാണെന്ന് നോക്കിക്കേ. ഇടപെടരുത് എന്നൊരാൾ, നന്നായി ഇടപെടണം എന്ന് മറ്റൊരാൾ, നിലവിലുള്ള സിസ്റ്റം തന്നെ മാറ്റണം എന്ന് വേറൊരാൾ. അപ്പോ ചോദ്യം ഇതാണ്, ഇതിൽ ഏതാണ് ശരി? സത്യം പറഞ്ഞാൽ അതായിരിക്കില്ല നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഈ ഓരോ തിയറിയും ഒരു പ്രിസത്തിന്റെ ഓരോ സൈഡ് പോലെയാണ്. ഒരു സൈഡിലൂടെ മാത്രം നോക്കിയാൽ നമുക്ക് ഫുൾ പിക്ചർ കിട്ടില്ല. പക്ഷേ ഈ 3 കാഴ്ചപ്പാടുകളും ഒരുമിച്ച് വരുമ്പോഴാണ് മനുഷ്യാവകാശം എന്ന ആ വലിയ ആശയത്തിന്റെ ശരിക്കുള്ള ഭംഗിയും അതിന്റെ ആഴവും നമുക്ക് മനസ്സിലാവുക. അപ്പോ ഈ 3 കാഴ്ചപ്പാടുകളും നമ്മൾ കണ്ടു. ഇനി ഒരു ചോദ്യം ബാക്കിയുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിൽ ഏത് മനുഷ്യാവകാശമാണ് ഏറ്റവും പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണോ, അതോ സാമ്പത്തിക സമത്വമാണോ, അതോ ലിംഗനീതിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക.